നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒളിമ്പിക്സിലെ ആദ്യ മത്സരത്തിന് വേണ്ടി സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ അർജന്റീന ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ മൊറോക്കോയാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 ഈ ഒരു മത്സരം നടക്കുക. ഫ്രാൻസിലെ സെന്റ് എറ്റിനിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. അർജന്റീന അണ്ടർ-23 ടീമിനോടൊപ്പം സീനിയർ താരങ്ങളായിക്കൊണ്ട് നിക്കോളാസ് ഓട്ടമെന്റി, ഹൂലിയൻ ആൽവറസ്, ജെറോണിമോ റുള്ളി എന്നിവരാണ് ഇപ്പോൾ ഉള്ളത്. മത്സരത്തിൽ ഓട്ടമെന്റി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റിൻ എഡ്യൂൾ ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. മാത്രമല്ല, ടീമിനെ നയിക്കുന്നതും നിക്കോളാസ് ഓട്ടമെന്റി തന്നെയായിരിക്കും. ക്യാപ്റ്റന്റെ ആംബാൻഡ് അദ്ദേഹമാണ് ധരിക്കുക. ഒളിമ്പിക് ഗോൾഡ് മെഡൽ തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ നിക്കോളാസ് ഓട്ടമെന്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളെ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വെക്കേഷനുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ഒളിമ്പിക് മത്സരത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. 2 ദിവസം മാത്രമാണ് എനിക്ക് ഒഴിവ് ലഭിച്ചത്. പോർച്ചുഗലിൽ പോയി വസ്ത്രം മാറാനുള്ള ഒരു സമയമാണ് എനിക്ക് ലഭിച്ചത്. പക്ഷെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഒരിക്കലും കളിച്ചിട്ടില്ലാത്ത ഒരു കോമ്പറ്റീഷൻ ആണ് ഇത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. എൻ്റെ ആഗ്രഹവും പ്രായവും മനസ്സിലാക്കിക്കൊണ്ടാണ് ക്ലബ്ബ് എനിക്ക് ഈ ഒരു ഒളിമ്പിക്സിൽ കളിക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. അർജന്റീനയുടെ നാഷണൽ ടീമിനാണ് ഞാൻ എപ്പോഴും പ്രയോറിറ്റി നൽകുന്നത് എന്ന കാര്യം എൻ്റെ ക്ലബ്ബായ ബെൻഫിക്കക്ക് തന്നെ അറിയാം. ഈ ഒളിമ്പിക് മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത് എൻ്റെ വെക്കേഷനിലാണ്. ഈ ഒളിമ്പിക് മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത് എൻ്റെ വെക്കേഷനാണ്. ഗോൾഡ് മെഡൽ അണിയാനാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതാണ് നിക്കോളാസ് ഓട്ടമെന്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 2 ഒളിമ്പിക്സിലും ഗോൾഡ് മെഡൽ നേടിയത് മറ്റൊരു സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലാണ്. എന്നാൽ ഇത്തവണ അവർക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല. മൊറോക്കോയെ കൂടാതെ ഇറാഖ്, ഉക്രൈൻ എന്നിവരാണ് ഇപ്പോൾ അർജന്റീനയിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.